നമസ്കാരം. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എം.എം. മണിയെ പോലെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നാടൻ തെറിയുടെ മണിനാദം വിളയുമി നാട്ടിൻ പുറമൊരു മഹതീ തെറിയുടെ തിരിദീപം തെളിയിക്കും നീയൊരു തെറിമണി എനിക്കെന്നും മണിമണി. അല്ല, ഇതാര്? കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ? വാ വാ, കയറി ഇരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മാമൻ കേക്കട്ടെ കേക്കട്ടെ, പറ പറ. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. കഥയോ? അതെ, അത് കഥ. ദൈവം വവ്വാലിനെ സൃഷ്ടിച്ചപ്പോൾ അതിന് വിസർജന അവയവം നിർമ്മിക്കാൻ മറന്നുപോയത്രേ. ഓ ഓ ഓ, മനുഷ്യന് മാത്രമല്ല, ദൈവത്തിനും മറവിയുണ്ട്. ആ ആ, അതുകൊണ്ട് വവ്വാലുകൾ വായിൽ കൂടിയാണ് അത്രേ വിസർജിക്കുന്നത്. വാ, അതിപ്പോ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാര്യം എന്തേ? എം.എം. മണിയുടെ ഷണ്ടൻ വിളി കേട്ടപ്പോൾ എനിക്ക് ഈ കഥയാണ് ഓർമ്മ വന്നത്. അത് എം.എം. മണി കണ്ണാടി നോക്കിയിട്ട് സ്വയം പറഞ്ഞതായിരിക്കും. വാ പൊളിച്ചാൽ പച്ചത്തെറിയും ലൈംഗിക ചുവയുള്ള സംസാരവും അശ്ലീലവും കലാപത്തിന് ആഹ്വാനം മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ രാഷ്ട്രീയക്കാരനായും ജനപ്രതിനിധിയായും ഒക്കെ ഇരിക്കുന്നത് തന്നെ മലയാളികൾക്കാകെ അപമാനം. യോഗ്യതയുള്ള മലയാളികൾക്ക് അപമാനം തന്നെ. പക്ഷേ ചില അന്തം കമ്മികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അഭിമാനമാണ്, അഭിമാനം. ഡീൻ കുര്യാക്കോസ് എം.പിയുടെ പ്രവർത്തനങ്ങളോട് രാഷ്ട്രീയപരമായ വിമർശനം ഉന്നയിക്കുവാൻ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം എം.എം. മണിക്കുണ്ട്. അത് എം.എം. മണിക്കല്ല, ആർക്കും ഉണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ വായിൽ തോന്നിയതൊക്കെ വിളിക്കാൻ ഡീൻ കുര്യാക്കോസ് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമൊന്നുമല്ല. ഒരുത്ത ഇങ്ങനെ ആയിപ്പോയാ മെനക്കെട്ട് നമുക്ക് ഇയാളെ എന്തരിക്കാൻ നോക്കും? അത് പറ. രാഷ്ട്രീയ വിമർശനത്തിന്റെ കണിക പോലുമില്ലാതെ വ്യക്തിവിരോധം തീർക്കാൻ എന്ന മട്ടിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന എം.എം. മണിയെ ചങ്ങലക്കിടണമെന്ന് പറഞ്ഞാൽ ആ ചങ്ങലയ്ക്ക് കൂടി ഭ്രാന്ത് പിടിക്കുമെന്നാണ് ഇടുക്കിക്കാർ പറയുന്നത്. അത് ഇടുക്കിക്കാർ മാത്രമല്ല, മണിയെ അറിയാന്നുള്ള എല്ലാവരും ഇങ്ങനെ എന്നെ പറയുന്നത്. ഭ്രാന്താശുപത്രികൾ ഇല്ലാത്ത കാലത്ത് ഭ്രാന്തുള്ള രോഗികളെ തടിയിലിടുക എന്നൊരു പ്രയോഗമുണ്ടായിരുന്നു പണ്ട്. അയ്യോ, അത് വേണ്ട. തടിക്കും ഭ്രാന്ത് വരും, തടിക്കും ഭ്രാന്ത് വരും. അതായത് അയാൾ ഉപദ്രവിക്കുമെന്ന് പേടിച്ച് വലിയൊരു തടിക്കഷ്ണത്തിൽ കാൽപാദം കടക്കാനുള്ള ദ്വാരമുണ്ടാക്കിയിട്ട് രോഗിയുടെ കാല് അതിൽ കടത്തി ആപ്പ് വെച്ച് മുറുക്കി വീട്ടിലൊരു ഭാഗത്ത് താമസിപ്പിക്കും. അന്തം കമ്മികൾ എന്തായാലും ഈ ഉപദ്രവം വലിയ അനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. വീട്ടുകാർക്ക് കൂടെ ഇനി ഒരു ഉപദ്രവം ഉണ്ടാകണോ? വേണോ? എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ തടിയും വലിച്ചു കൊണ്ടുവേണം പോകാൻ. അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കൊട പിടിക്കുമെന്നുള്ള പഴഞ്ചൊല്ല് മാറ്റി മണിക്ക് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും തടി പിടിക്കും എന്നാക്കി മാറ്റേണ്ടി വരും. അത് വേണോ? പഴയതാണെങ്കിലും എം.എം. മണിക്ക് ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റ് നൽകാൻ തലച്ചോറ് പൊതിച്ചോറാക്കിയ CPM-ന്റെ അണികൾ കടന്നു വരണം. അതും ശരിയാണ്. നമ്മളെ ചിന്തക്കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് എം.എം. മണിക്കും ഒരു പൊതിച്ചോറ് കൊടുത്താൽ എന്തെന്ന് ആലോചിക്കുന്നേ. പെമ്പിളை ഒരുമയോട് ഇയാൾ പറഞ്ഞത് കാട്ടിലെ ഏതാണ്ട് പണിയെടുക്കുന്നവർ എന്നാണ്. പോളിടെക്നിക്കിലെ ടീച്ചറിനോട് പറഞ്ഞത് കഥ കടച്ച് മറ്റേ പണിയെടുക്കുന്ന ആളെന്നായിരുന്നു. ഇടുക്കിയിലെ കളക്ടറെ എം.എം. മണി വിളിച്ചത് മഹതി എന്നായിരുന്നു. 3 പേരെ വെടിവെച്ചു കൊന്നു, ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. ഇതൊക്കെ എം.എം. മണിയുടെ വിസർജ്യ ഭാഷയാണ്. മോട്ടി, ഇതൊക്കെ എന്തരായി? ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കണേ. മല കയറി നടന്നൊരു മണിയൻ MLA കുപ്പായമണിഞ്ഞു, മഹാനെന്ന് നടിച്ചു, മഠനായി ജീവിച്ചു. അതു കണ്ടു ചിരിക്കുവാൻ ഞാനും നിങ്ങളും. യാത് വാ.